ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ കടലമാവ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, കേടുകൂടാതെ മാസങ്ങളോളം എങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം എന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1 കിലോനോളം കടലപ്പരിപ്പ് വാങ്ങിയിട്ടുണ്ട്. കടലപ്പരിപ്പ് വാങ്ങിയതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ തുണിയിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കെട്ടി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ കടലപ്പരിപ്പ് നമ്മൾക്ക് എപ്പോഴും കടലമാവ് വീട്ടിൽ ആവശ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്ത് വെക്കുക. ഞാൻ തീരെ കടയിൽ നിന്ന് പൊടി വാങ്ങിക്കാറില്ല കേട്ടോ. ഇത് ഞാൻ മുടിയൊക്കെ കഴുകാനാണെങ്കിലും വീട്ടിൽ ഇതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. സാധാരണ പെട്ടെന്ന് തന്നെ ഇതിൽ പുഴുവൊക്കെ വരും. പക്ഷെ നമ്മൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മില്ലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുകൊടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളിതുപോലെ അടയാളമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുകൊടുക്കുക. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് കടലമാവ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന കവറ് പോലെയല്ല, ഒരു എക്സ്ട്രാ കവറും കൂടെ കൊടുക്കണം കേട്ടോ. പൊടി നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. 1 കിലോ മതിയാവും. നമുക്കൊരു 2 മാസത്തേക്കൊക്കെ കറക്റ്റായിട്ട് പോവും. ഒട്ടും തന്നെ തരിയില്ലാതെ പുഴുവൊന്നും കയറാതെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഇതുപോലെ കടലപ്പൊടി. അപ്പോൾ നല്ല മിക്സർ ഗ്രൈൻഡറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കൂടുതൽ സൗകര്യം ഇങ്ങനെയാണ്. ഞാൻ മില്ലിൽ കൊടുത്ത് തന്നെയാണ് പൊടിപ്പിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ബോട്ടിലാക്കി നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. നമ്മൾക്ക് ആവശ്യാനുസരണം ഇത് എടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ കുറച്ച് മുന്നേ ഇതുപോലെ ഒരു സ്നാക്സ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ കടലപ്പൊടിയാണെന്ന്. അന്നേരം എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ, ഇത് എങ്ങനെയാണ് കടലമാവ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ കടലപ്പരിപ്പ് കുറച്ചധികം വാങ്ങി നമ്മൾ ഇതുപോലെ പൊടിപ്പിച്ചെടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലമാവ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഞാനൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിതുപോലെ നമ്മൾ പൊടിപ്പിച്ച് കൊടുത്തിട്ടുള്ള കടലപ്പൊടി ഞാനിവിടെ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടി ഇഷ്ടമില്ല എന്നുള്ളവർക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഇഞ്ചി ചതച്ചതും 1 അല്ലി വേപ്പിലയാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഏതാണ്ട് 1 സ്പൂണുണ്ട്. പിന്നെ 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, ഒരു ചെറിയ സവാള വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു ചെറിയ പിടിയോളം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏതാണ്ട് ഒരു 1/2 സ്പൂണോളം ഉപ്പ്, 3/4 സ്പൂണോളം മുളക് പൊടിയാണ്, കശ്മീരി മുളക് പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം കായപ്പൊടി, ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അതാ ഇത്രേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് ടൈറ്റും ആയി പോകരുത്. ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. കടലമാവ് കുറച്ചൊന്നിങ്ങനെ കുതിർന്ന് വരുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കുറച്ചുകൂടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമാണ് നമുക്കതിൻ്റെ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ ചേർത്തിട്ടുള്ള കടലമാവിൻ്റെ കൂട്ടുവിടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുക. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും കേട്ടോ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം.
പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഈ മുട്ടയെ രണ്ടായിട്ട് മാറ്റുകയാണ് കേട്ടോ. 2 കഷ്ണമാക്കി വയ്ക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത കടലപ്പൊടി വെച്ച് നമ്മൾ ഇന്നൊരു ബജി ഉണ്ടാക്കുകയാണ്, മുട്ട ബജി. അതും മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ പൊടികൾ മാത്രമല്ലേ ചേർത്ത് കൊടുക്കുക, നമ്മളിതിൽ സവാളയും മറ്റ് മസാലകളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. ഇനി ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ മുട്ട ബജി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഇത് തുറന്ന് കാണിച്ചുതരാം. കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഒത്തിരി സ്നാക്സ് റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കാം കടലമാവ് വെച്ച്. അപ്പോൾ ഇതാ ഓരോരോ മുട്ട ഇതുപോലെ തന്നെ ഇതിൽ മുക്കി, ഇതിൽ ഒത്തിരി ഇങ്ങനെ കോട്ടായിട്ടിരിക്കണം കേട്ടോ. എന്നാലാണ് ഇതൊരു കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റും കൂടെ ഉണ്ടാവുള്ളൂ. നല്ല ചൂടായി കിടക്കുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. നന്നായി കോട്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ കടായിലൊക്കെ വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതിങ്ങനെ മുങ്ങിക്കെടുക്കാൻ പാകത്തിന്. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ മുട്ട ഇങ്ങനെ മുക്കി ഇട്ട് കൊടുത്താലും കുറച്ചും കൂടെ മാവ് അതിൻ്റെ മേളിൽ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കൈകൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഇത് 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് ഇതിനെ കവർ ചെയ്ത് നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം. എന്നാലാണ് നമ്മൾ ഈ സവാളയും ബാക്കി ചേരുവകളെല്ലാം ചേർത്തില്ല, അതെല്ലാം ഇതിൽ നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ. സാധാരണ എല്ലാവർക്കും മുട്ട വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇഷ്ടമല്ലേ, ഇതുപോലെയും ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട ബജി, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കടായിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ബജിയുടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കടലപ്പൊടി വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള മുട്ടയും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കുറച്ചും കൂടെ ഒന്നിങ്ങനെ കോട്ടായിട്ടാണ് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാം നമ്മൾക്ക് ഒരെണ്ണം എടുത്തിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് നല്ല രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.